സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണില്ല. അത് നമ്മൾ ടി വിയിൽ, പണ്ടത്തെ കാലത്തല്ലെങ്കിൽ ടി വിയിൽ വരുന്നതായിട്ട് നോക്കിയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആണെങ്കിലോ അത് OTT റിലീസ് ആവുന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ OTT റിലീസ് ആവുന്നത് ചില ഫാമിലീസിന് വളരെയധികം ഗുണപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അംഗസംഖ്യ കൂടുതലുള്ളവർക്ക് ഒരു തിയേറ്ററിൽ പോയി കാണുക ചുരുങ്ങിയത് ഒരു 1000 രൂപയിൽ മുകളിൽ അവർക്ക് ചിലവാകും. പക്ഷെ OTT നിസ്സാര തുകയ്ക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാം. അതുകൂടാതെ ജോലിക്ക് പോണ ഒരു തിരക്ക് പിടിച്ച ജീവിത സാഹചര്യം ഉള്ളവർക്കിടയിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് സിനിമ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന 3 സിനിമകൾ, OTT വന്ന 3 സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഇപ്പോൾ OTT നല്ല രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പടക്കളമാണ്. അത് സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പടക്കളം. അത് ഏകദേശം ജൂൺ 10 ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആണ് OTT വന്നിട്ടുള്ളത്. മെയ് 8 അത് തിയേറ്ററിൽ റിലീസായത്. പ്രേക്ഷകരുടെ നല്ലൊരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മുന്നേറിയ ചിത്രമാണ് പടക്കളം. അപ്പോൾ ഇതൊരു ഫാന്റസി കോമഡി ആ രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ മികച്ച പ്രതികരണം ചിത്രത്തിന് തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടക്കളമാണ് ഇപ്പോൾ OTT റിലീസായിട്ടുള്ള പുതിയ സിനിമ. അടുത്ത മറ്റൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാനാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അത് ഏകദേശം 2025 ഏപ്രിൽ 10 വിഷുവിൻ്റെ ആ അവസരത്തിലോടുകൂടിയാണ് തിയേറ്ററുകളിൽ ഈ സിനിമ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ റിലീസായത്. ഈ സിനിമ നമ്മുടെ ജൂൺ 5 മുതൽ OTT വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ ജൂൺ 5 OTT വരുമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പിന്നെ ഒരാഴ്ച കൂടി നീട്ടിയിട്ട് ജൂൺ 13 ഈ സിനിമ സോണിയിലൂടെയാണ് OTT വന്നിട്ടുള്ളത്. അപ്പൊ നസ്ലൻ, ഗണപതി അവരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഖാലിദ് റഹ്മാന്, ശ്രീനി ശശീന്ദ്രനുമാണ് ഇതിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചിട്ടുള്ളത്. അടുത്ത OTT വന്ന മറ്റൊരു സിനിമയാണ് കർണിക. പയ്യാവൂർ എന്ന ഗ്രാമത്തിൽ ഒരു എഴുത്തുകാരൻ ഒരു ദുരൂഹ ആക്രമണത്തിന് ഇരയാകുന്നു. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ത്രില്ലർ മോഡിലുള്ള ഒരു ചിത്രമാണ് ഈ കർണിക എന്ന് പറയുന്നത്. അരുൺ വെൺപാലയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. TG രവി, ക്രിസ് ഗോപാലകൃഷ്ണൻ, അതുകൂടാതെ പ്രിയങ്ക നായർ എന്നിവരാണ് ഈ ചിത്രത്തില് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. മനോരമ മാക്സിലൂടെയാണ് കർണിക എന്ന സിനിമ OTT എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള ഒരു 3 സിനിമകൾ. അപ്പൊ അടുത്ത സിനിമകൾ വരുമ്പോൾ അതുകൂടാതെ മറ്റൊരു സന്തോഷകരമായ വാർത്തകളുണ്ട്. അതായത് മമ്മൂട്ടിയുടെ ബസൂക്കയും അത് ദീർഘനാളായിട്ട് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സിനിമയാണ് OTT. അപ്പൊ അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ബസൂക്ക OTT വരുമെന്നാണ് കിട്ടുന്ന ചില ഡാറ്റകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്ത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.